ദൈവത്തിന് മഹത്വം. ഹോശയുടെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. എന്നാൽ യഹൂദാ ഗൃഹത്തോട് ഞാൻ കരുണ കാണിച്ച് അവരെ വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിര പടയാളികളെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും എന്ന് അരുളി ചെയ്തു. പിന്തുടർന്നു വരുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ചിത്രീകരിക്കുവാൻ ഹോശയുടെ ജീവിതത്തെ ഒരു സന്ദേശമായി ദൈവം ഉപയോഗിക്കുകയാണ്. ഹോശയുടെ ഭാര്യയുടെ അവിശ്വസ്തത ഇസ്രായേൽ ജനം ദൈവത്തോട് കാണിച്ച അവിശ്വസ്തതയ്ക്ക് പ്രതീകമാണെന്ന് ഈ അധ്യായത്തിൽ പറയുന്നു. പ്രവാചകന്മാരെ കൊണ്ട് ദൈവം അവരുടെ ജീവിതത്തിലൂടെ സന്ദേശങ്ങൾ നൽകാറുണ്ട്. ഹോശയുടെ കാര്യത്തിൽ അത് കാണാം. ഗോമറിൽ പ്രസവിച്ച മക്കൾ സാദൃശ്യപരമായ പേരുകളാണ് നൽകിയത്. ഇസ്രായേലിനോടുള്ള ഓരോ മുന്നറിയിപ്പായിരുന്നു ആ മക്കളുടെ പേരുകൾ നൽകുന്നത്. ഇസ്രായേൽ ജനത്തോട് ദൈവത്തിൻ്റെ മനോഭാവത്തിൽ വന്ന മാറ്റമാണ് ഇവിടെ പ്രകടമാകുന്നത്. ഒന്നാമത് ന്യായവിധി, രണ്ടാമത് കരുണ കാണിക്കാത്ത അവസ്ഥ, മൂന്നാമത് സമ്പൂർണമായ നിരസനം. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തെ തൻ്റെ സ്വന്തം ജനമായി കരുതുവാൻ ദൈവത്തിന് ഇനി സാധ്യമല്ല എന്ന് സന്ദേശം നൽകുന്നുവെങ്കിലും ദൈവം തൻ്റെ ജനത്തെ പിന്നെയും സ്നേഹിക്കുന്നു എന്ന് ആശയത്തിൽ നമുക്ക് ഈ സന്ദേശം കാണുവാനായി കഴിയുന്നു. ദൈവം വിതയ്ക്കും. കരുണ ലഭിച്ചവൾ, കരുണ ലഭിക്കാത്തവൾ എൻ്റെ ജനമല്ല എന്നിങ്ങനെയാണ് ഹോശയ്ക്ക് ഗോമറിൽ ജനിച്ച മക്കളുടെ പേരുകൾ. ഇവിടെ ദൈവം പറയുന്നു, ഞാൻ കരുണ കാണിക്കും. ഇന്നലകളിൽ കരുണയില്ലാതിരുന്ന, ഇന്നലകളിൽ ത്യജിക്കപ്പെട്ടിരുന്ന ഒരു ജനതയെ ഇന്ന് ദൈവം കരുണ കാണിച്ച് ദയോടെ ചേർത്തുകൊള്ളുവാൻ തയ്യാറാകുകയാണ്. എൻ്റെ ജനമല്ല എന്ന് വിളിച്ചവരെ ദൈവം ജനമാക്കി മാറ്റുകയാണ്. കരുണയില്ലാത്തവർ എന്ന് പറഞ്ഞവർ കരുണയുള്ളവരായി മാറുകയാണ്. ദൈവം യഹൂദാ ഗൃഹത്തോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ജയം നൽകും, നിങ്ങളെ രക്ഷിക്കും. അത് വില്ലുകൊണ്ടല്ല, വാൾ കൊണ്ടല്ല, യുദ്ധം കൊണ്ടല്ല, കുതിരകളെ കൊണ്ടല്ല, കുതിര പടയാളികളെ കൊണ്ടുമല്ല. സർവശക്തനായ ദൈവം തന്നെ നിങ്ങളെ രക്ഷിക്കും. ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. കുതിരയിൽ ആശ്രയിച്ചവർ ക്ഷീണിച്ച് വീണുപോയപ്പോൾ യഹോവയിൽ ആശ്രയിച്ചവർ എന്നേക്കും നിലനിൽക്കുകയാണ്. ഒരിക്കൽ കരുണ ലഭിക്കാത്തവർ, ഒരിക്കൽ ജനമല്ലാത്തവർ ഇപ്പോൾ കരുണ ലഭിച്ചവരായി ജനം ആയി മാറുകയാണ്. അതിന് കാരണം മാനുഷികമായ സാധ്യതകളോ ന്യായീകരണങ്ങളോ സ്വാധീനങ്ങളോ അല്ല, ദൈവം തന്നെ അവർക്ക് രക്ഷയായി തീരുന്നു. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. ദൈവം കരുണ കാണിക്കുവാൻ തീരുമാനിച്ചാൽ മാനുഷികമായ വില്ലോ വാളോ കുതിരപ്പടയാളികളോ രഥങ്ങളോ ആവശ്യമില്ല. ദൈവം കരുണ കാണിക്കുവാൻ തീരുമാനിച്ചാൽ
മനുഷ്യൻ്റെ കാരണങ്ങൾ ഒന്നും തന്നെ വേണ്ട. ഇന്നത്തെ ദിവസം നമ്മുടെ സാധ്യതകൾ, നമ്മുടെ കാരണങ്ങൾ, നമ്മുടെ സാഹചര്യത്തിൻ്റെ അനുകൂലതകൾ കണ്ടല്ല ദൈവം രക്ഷിക്കുന്നത്. സകലവും പ്രതികൂലമാകുമ്പോഴും, രക്ഷിക്കുവാൻ സാധ്യതകൾ ഒന്നുമില്ലാതിരിക്കുമ്പോഴും ദൈവം തന്നെ നമ്മുടെ രക്ഷയായി നമുക്ക് വേണ്ടി വെളിപ്പെടും. ഗോഡ് ബ്ലസ് യു. കർത്താവേ, ഇന്നത്തെ ദിവസം തൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും തൻ്റെ ജനത്തിൻ്റെ മേൽ പകരണമേ. സമാധാനത്തിൽ കാക്കണമേ. കരുണയിൽ സൂക്ഷിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.